കുറച്ച് നാൾ മുമ്പ് കാനഡയിലെ ഏത് പ്രൊവിൻസിലേക്കും ആൾക്കാരെ രണ്ട് കൈ നീട്ടിയായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് ഇമിഗ്രേഷൻ ആയിക്കോട്ടെ, സ്റ്റുഡൻറ്റ് വിസയിലായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലും ആൾക്കാർ മുഴുവൻ വെൽക്കം ചെയ്തുകൊണ്ടായിരുന്നു ഇരുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം എക്സ്പ്രസ് എൻട്രിയിലും അല്ലെങ്കിൽ നോമിനേഷൻ പ്രോഗ്രാമിലൊക്കെ പലതും റൂൾസിലൊക്കെ മാറ്റങ്ങൾ വരികയും പലർക്കും ഇൻവിറ്റേഷൻ കിട്ടുന്നൊക്കെ വെറും 500 പേർക്കൊക്കെ ആണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യൂബക്ക് ഇപ്പോൾ അവരുടെ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന രീതിയിലുള്ളൊരു പുതിയ ബില്ല് അവർ പാർലമെൻറ്റിൽ അവർ പാസ്സാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. We don't shut the gate. This is not true. We are lowering our goals, our scenarios. കാനഡയിലെ 10 പ്രൊവിൻസിലെ കുറച്ചധികം മാറ്റങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രൊവിൻസാണ് ക്യൂബക്ക് എന്ന് പറയുന്നത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് അറിയാവുന്നവർക്ക് മാത്രമേ ആ പ്രൊവിൻസിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ എന്നുള്ളത്. ക്യൂബക്കിന് സ്വന്തമായിട്ടൊരു ഇമിഗ്രേഷൻ മിനിസ്റ്റർ തന്നെയുണ്ട്. ബാക്കിയുള്ള പ്രൊവിൻസിനൊക്കെ സെപ്പറേറ്റ് ഇല്ലെങ്കിൽ പോലും ക്യൂബക്കിന് സ്വന്തമായിട്ടൊരു ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഉള്ള കാരണം അവരുടെ പാർലമെൻറ്റിൽ അവർ പുതിയ തരം ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ബില്ലാണ് അവർ 3 ഇയർ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്ലാൻ അവരുണ്ടാക്കിയേക്കുന്നത്. അത് 2026 തൊട്ടാണ് അവർ ആ ബില്ല് പാസ്സാക്കി നടപ്പാക്കാൻ പോകുന്നത്. Immigration Minister Jean-François Roberge tabled a preliminary document outlining 3 potential 3-year plans for immigration starting next year. ക്യൂബക്കിൻ്റെ ഒരു ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം ഒരു 50,000 പേർക്കായിരുന്നു ക്യൂബക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി കാനഡയിലേക്ക് PR കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. എന്നാൽ അവരത് പകുതിയായിട്ട് കട്ട് ഡൗൺ ചെയ്തിട്ട് വെറും 25,000 പേർക്ക് മാത്രമേ ഇനി വരുന്ന ഒരു വർഷങ്ങളിൽ നോമിനേഷൻ പ്രോഗ്രാം വഴി PR കൊടുക്കത്തുള്ളൂ എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ആ പ്രൊവിൻസിലെ നോമിനേഷൻ പ്രോഗ്രാം വഴി ഒരു PRലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഈ ബില്ല് അവർ നിയമസഭയിൽ പാസ്സാക്കിയതിന് ശേഷം മാധ്യമപ്രവർത്തകർ ആദ്യം തന്നെ അദ്ദേഹം ചോദിച്ചത് ക്യൂബക്ക് ഈ നോമിനേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തോ എന്നുള്ളതാണ്. അതിന് ഉത്തരമായിട്ട് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല, അത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരും എന്നാണ്. പക്ഷേ അത് കേൾക്കുന്ന പലർക്കും അറിയാം ഇത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരും എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് തന്നെയാണ് അത് പോകുന്നത് എന്നാണ്. 2025 കോട്ടപ്രകാരം ഏകദേശം 64,000 പേർക്കാണ് ക്യൂബക്ക് വഴി നോമിനേഷൻ പ്രോഗ്രാം വഴി കാനഡയിൽ PR കിട്ടേണ്ടത്. അത് തന്നെ അവർ പറയുന്നത് ഒരു ഫാമിലി റീയൂണിഫിക്കേഷനും, അതായത് ക്യൂബക്കിലൊക്കെ ഓൾറെഡി ഉള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് പുറത്തുള്ളവർക്കും പിന്നെ അതേപോലെ റെഫ്യൂജി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്കും ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കി മാത്രമേ പുറത്തുള്ളവർക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഉള്ളവർക്ക് നോമിനേഷൻ പ്രോഗ്രാം വഴി PR കൊടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് 2025 കാര്യമാണ്. പക്ഷേ അവരുടെ നിയമസഭയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ബില്ല് പ്രകാരം 2026 തൊട്ട് 2029 വരെ ഇതിന് വ്യത്യാസമായിട്ട് ഈ നമ്പറുകളൊക്കെ വളരെയധികം കുറയ്ക്കുകയും അത് വെറും 25,000 പേരെന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഫ്രഞ്ച് അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ റെഫ്യൂജികൾക്കും ഒക്കെ PR കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര പേർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടും എന്നുള്ളത്. Quebec wants to accept between 25,000 and 45,000 permanent immigrants a year, depending on the results of consultations. That includes those in the family reunification program, as well as refugees and economic immigrants. The province wants to prioritize newcomers who have a certain level of French. On va garder des seuils très bas. Premier François Legault says his government will continue to reduce the number of permanent immigrants as long as Ottawa continues to allow such a high number of asylum seekers in Quebec. The province wants the federal government to cut down the number of asylum seekers and temporary immigrants by half, especially in Montreal and Laval. Roberge claims the number of newcomers has contributed to a higher unemployment rate. നമുക്കെല്ലാം അറിയാം കാനഡയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രാങ്കോഫോണിക്സിനാണ് എന്നുള്ളത്. ഫ്രാങ്കോഫോണിക്സ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് അറിയാവുന്നവർ, അതായത് അറ്റ് പ്രസൻറ്റ് മാർക്ക് കാർണിയുടെ ഗവൺമെൻറ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഏകദേശം ഔട്ട്സൈഡ് ക്യൂബക്കിൽ തന്നെ ഏകദേശം 12% ഫ്രാങ്കോഫോണിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇനിയും വരും വർഷങ്ങളിൽ അത് 20% വരെ ഫ്രാങ്കോഫോണിക്സിനായിട്ട്, അതായത് ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം PR കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്യൂബക്ക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ്, അതായത് ഭൂരിഭാഗം ആൾക്കാരും അവിടെ ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്ന ഒരു പ്രൊവിൻസാണ് ക്യൂബക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്യൂബക്ക് ഇനിയും ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും ക്യൂബക്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും PR കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇതിന് റീസണായിട്ട് ക്യൂബക്കിൻ്റെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ഇത്രയധികം കൂടിയത് കാരണം ക്യൂബക്കിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെയധികം കൂടുകയും അവിടെയുള്ള കനേഡിയൻസിന് അവർ പഠനശേഷം അവർക്കൊരു ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. Our young people can't find a job. ക്യൂബക്ക് അവർ ഇമിഗ്രേഷൻ ടൈറ്റൻ ചെയ്യുവാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ബാക്കിയൊരു 9 പ്രൊവിൻസിൽ അവർ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.
പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മി സൈനിങ് ഓഫ് ബൈ.